ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 43 മുതൽ 51 വരെയുള്ള തിരുവചന ഭാഗം. ഇന്ന് മുഖ്യദൂതന്മാരായ വിശുദ്ധ മിഖായേലിൻ്റെയും ഗബ്രിയേലിൻ്റെയും റാഫേലിൻ്റെയും തിരുനാൾ ദിവസമാണ്. നമുക്ക് പരിചയമുള്ള പലരും ഈ 3 ധന്യവിശുദ്ധരുടെ നാമം പേറുന്നവരാണ്. അവരെയൊക്കെ നമുക്ക് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് അവരെ സമർപ്പിക്കുകയും ചെയ്യാം. സിർ മലബാർ സഭയുടെ പരമാധ്യക്ഷനായ റാഫേൽ തട്ടിൽ പിതാവിൻ്റെയും ഒട്ടനവധി വൈദികരുടെയും നമ്മിലെ ഏറെ പേരുടെയും ഒക്കെ തിരുനാൾ ദിവസമാണ് ഇന്ന്. ഈ തിരുനാളിൻ്റെ അനുഗ്രഹം ഏവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വെളിപാട് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ സൈന്യനിരയെ നയിക്കാനുള്ള നിയോഗം മിഖായേലിനാണ്. മിഖായേലാണ് ശത്രു സൈന്യത്തിനെതിരെ, തിന്മയുടെ ദുരാത്മശക്തിക്കെതിരെ പോരാടി ദൈവത്തിൻ്റെ സൈന്യനിരയെ ജയിപ്പിച്ച് ദൈവത്തിൻ്റെ രാജ്യം അനവരതം ഘോഷിക്കപ്പെടുന്ന അനുഗ്രഹത്തിൻ്റെ രാജ്യമാക്കി മാറ്റുക. പരിശുദ്ധ അമ്മയുടെയും സഖറിയായുടെയും വിശുദ്ധ യേശുപിതാവിൻ്റെയും ഒക്കെ പക്കലെത്തി മംഗളവാർത്തയുടെ സന്ദേശം അറിയിച്ച വിശുദ്ധ ഗബ്രിയേലിനെ നമുക്ക് മറക്കാനാകില്ലല്ലോ. വിശുദ്ധ റാഫേലിനെ കുറിച്ചും വെളിപാട് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മുഖ്യദൂതന്മാരുടെ മധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം പരിശുദ്ധാത്മാവിലൂടെ നമ്മെ നയിച്ച് പരിപാലിക്കുമ്പോൾ നമുക്ക് കാവലായി നിലകൊള്ളാനാണ് മാലാഖമാരെ അവിടുന്ന് നിയോഗിച്ചിരിക്കുക. നാളെ നമ്മൾ കാവൽ ദൂതന്മാരുടെ തിരുനാൾ ആഘോഷിക്കും. നമ്മളെ കാത്തു പരിപാലിക്കാൻ, വീണു പോകാതെ കൈപിടിച്ച് നടത്താൻ, നന്മ വഴികളിലൂടെ മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്ന ഈ വിശുദ്ധ ദൂതന്മാരുടെ മധ്യസ്ഥം നമുക്ക് തുണയും കോട്ടയുമാകട്ടെ എന്ന് ആഗ്രഹിക്കാം. ജീവിതത്തിൻ്റെ ദിശാസന്ധികളിൽ തളർന്നു വീഴേണ്ടവരല്ല നമ്മൾ. പാപത്തെയും പ്രലോഭനങ്ങളെയും ഭയപ്പെടേണ്ടവരുമല്ല നമ്മൾ. എല്ലാ ദുരാത്മശക്തിക്കെതിരെയും പോരാടാൻ ദൈവത്തിൻ്റെ ദൂതന്മാർ നമ്മളോടൊത്തുണ്ടാകും. ആ ദൂതന്മാരുടെ വലിയ മധ്യസ്ഥ ശക്തി നമുക്ക് ശരണവും കോട്ടയുമാണ്. ഈ മുഖ്യദൂതന്മാർ നമ്മളെ അനുഗ്രഹിച്ച് ആശീർവദിക്കാൻ, ദൈവസന്നിധിയിൽ നമ്മളെ ചേർത്ത് പിടിക്കാൻ, അനുഗ്രഹമാരി ദൈവത്തിൽ നിന്ന് നമുക്കായി വാങ്ങിത്തരാൻ, നമ്മെ സത്യ പ്രബോധനത്തിൻ്റെ വഴികളിലൂടെ നയിക്കാനൊക്കെ പോരുന്നവരാണ് എന്ന തിരിച്ചറിവോടുകൂടി ഈ ധന്യ മാലാഖമാരുടെ തിരുനാളിന് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ ധന്യവിശുദ്ധരായ മാലാഖമാർ നമ്മളെ കൈപിടിച്ച് നടത്താൻ, വഴി നടത്താൻ നമുക്ക് ആഗ്രഹിക്കാം. വലിയ സന്തോഷത്തോടെ അഭ്യുന്നയ തട്ടിൽ പിതാവിനും ബഹുമാനപ്പെട്ട വൈദികർക്കും പരിചയമുള്ള നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും ഈ പുണ്യ തിരുനാളിൻ്റെ മംഗളങ്ങൾ ദൈവപരമാർത്ഥതയോടെ ആശംസിക്കാം. ദൂതന്മാരുടെ സംരക്ഷണത്തിൽ നമ്മെ തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് ദൈവാനുഗ്രഹത്തിൻ്റെ വഴിയിലൂടെ മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.